ഡൽഹിയിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ ഉണ്ടായതിന് സമാനമായി കേരള സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെയും BJPയുടെ വേട്ടയാടൽ ഉണ്ടാകാമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആശങ്കപ്പെടുന്നു. ഒരു ന്യൂസ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുമ്പോഴാണ് ഈ ആശങ്ക അദ്ദേഹം പങ്കുവച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിൽ ഏത് സാഹചര്യവും വരാം. എന്തൊക്കെ കടന്നാക്രമണങ്ങൾ ഉണ്ടായാലും അവയെല്ലാം അതിജീവിക്കുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. കേജ്രിവാളിൻ്റെ അറസ്റ്റ് ആരെയും അറസ്റ്റ് ചെയ്യുമെന്നുള്ള മുന്നറിയിപ്പാണ്. സംഘടനാപരമായും മറ്റുമുള്ള പ്രവർത്തനങ്ങൾ പരിശോധിച്ചപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന് വൻ വിജയം നേടുമെന്നാണ് പ്രതീക്ഷ. രാജ്യത്ത് CAA നടപ്പാക്കുന്നതിലൂടെ ഒരു വലിയ ജനവിഭാഗത്തെ രണ്ടാം പൗരന്മാരാക്കി മാറ്റുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്നും ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണെന്നും ഗോവിന്ദൻ മാസ്റ്റർ കുറ്റപ്പെടുത്തി. ഗോവിന്ദൻ മാസ്റ്ററുടെ ഈ ആശങ്കയാണ് കഴിഞ്ഞ ദിവസം PC ജോർജ് പറഞ്ഞത്. കേജ്രിവാൾ അകത്തുപോയതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുമെന്നാണ് ജോർജ് പറഞ്ഞത്. ജോർജ് വാപോയ ഒരു കോടാലിയാണെങ്കിലും ഇതങ്ങനെ തള്ളിക്കളയാനാകില്ല. BJPയുടെ അജണ്ടകളിലൊന്നാണ് കേരളത്തിൽ ഭരണ പ്രതിസന്ധി ഉണ്ടാക്കി തമ്മിലടിപ്പിച്ച് അധികാരം പിടിക്കുക എന്നത്. അതിനവർ ആവുന്ന 58 അടവും പയറ്റുന്നുണ്ട്. കേജ്രിവാളല്ല പിണറായി വിജയൻ എന്നതുകൊണ്ടും ആപ്പല്ല CPM എന്നതുകൊണ്ട് മാത്രമാണ് നേരിട്ടുള്ള ഒരാക്രമണം ഉണ്ടാകാത്തത്. അതുകൊണ്ട് മാത്രമാണ് വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്. ആദ്യം വിവിധ ആരോപണങ്ങൾ ഉന്നയിച്ച് കേന്ദ്ര ഏജൻസികളെ കൊണ്ട് അന്വേഷണം നടത്തി കുരുക്കാൻ ശ്രമിച്ചു, നടന്നില്ല. പിന്നീട് വരുമാനം മരവിപ്പിച്ച് കഴുത്തു ഞെരുക്കി സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കി. അതിൽ നിന്നും ഏറെക്കുറെ മോചനം ലഭിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള വിരട്ടലുകൾ പരോക്ഷമായി വരുന്നത്. ഇതിലൊന്നും വിരളുന്നവരല്ല പിണറായി സർക്കാരും CPMഉം. ഇത് ഇനം വേറെയാണ്. അത് തിരിച്ചറിയാനുള്ള ബോധമൊക്കെ BJPക്ക് ഉണ്ടെന്നാണ് കരുതുന്നത്.